ഹലോ ഹായ് ഫ്രണ്ട്സ്, മെമ്മറീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങിയതാണ്. പോകുന്ന വഴി നോക്കുമ്പോൾ ഭയങ്കര മഴ. ബസ് സ്റ്റോപ്പ് എത്തിയ വഴിക്ക് നല്ല ഗംഭീര മഴ. അപ്പോൾ എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി കോട്ട് എടുക്കാനായിട്ട് തിരിച്ചു പോയി. കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കോട്ടൊക്കെ എല്ലാം എടുത്തു കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാൻ ഞങ്ങളിത് ഒല്ലൂരുള്ള കല്യാൺ എക്സ്പ്രസ് മാർട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓഫർ നോക്കി പെറുക്കി സാധനങ്ങൾ എടുക്കും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നതാണ്. ഇത് ചേട്ടൻ ആദ്യം തന്നെ നടന്നു പോകുന്നുണ്ട്. ഒരു ട്രോളിയൊക്കെ എടുത്ത ആൾ മുമ്പേ പോയി. നേരെ ചെല്ലുക, ഞങ്ങൾ ആദ്യം തന്നെ ഈ പരിപ്പ്, പയർ, പൊടികളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോവാം. അവിടെ ചെന്നപ്പം കുറേ എണ്ണത്തിനൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പരിപ്പ്, പയർ, കടല, ഉഴുന്ന്, പിന്നെന്താ ചെറുപയർ, ഗ്രീൻ പീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓരോ കിലോ വാങ്ങിച്ചു. പിന്നെ ഈ വൻപയർ അതൊക്കെ 1/2 കിലോ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചത് പാക്ക് ചെയ്യാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്കിങ്ങനെ പാക്ക് ചെയ്ത് തരാനൊന്നും ആളൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ തന്നെ അത്യാവശ്യം വേണ്ടതെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളവിടെ ബില്ലടിക്കുന്നതല്ല, വെയിറ്റ് എടുത്തിട്ട് അവരതിൻ്റെ എമൗണ്ട് ആക്കി ഇതിൽ ഒട്ടിച്ച് തരുമല്ലോ പാക്കിങ്ങിൽ. അപ്പോൾ അതിന് വേണ്ടി അവിടെ കൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി വേഗം തന്നെ നിങ്ങൾ ആ ട്രോളിയിൽ എടുത്തിട്ടോട്ടോ, അല്ലെങ്കിൽ ഒക്കെ മാറിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം പെറുക്കി നമ്മുടെ ട്രോളിയിൽ എടുത്തിട്ടു. എന്നിട്ടാണ് പിന്നെ ഇങ്ങനെ നടന്നത്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ ഓഫർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഓഫറുള്ളതൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത ഓഫർ ഉണ്ട് എന്നുള്ളതൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലാണ്ട് എല്ലാം ഒന്നും എടുത്തില്ല. നമ്മളങ്ങനെ അത്ര ബഡ്ജറ്റ് കരുതുന്നില്ല. ഓരോ മാസത്തേക്ക് ഇത്രയെന്നുള്ളത് ബഡ്ജറ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയതൊരു സാധനം പഞ്ചസാര. ഇവിടെ നല്ലോണം പഞ്ചസാരയ്ക്ക് ചിലവൊക്കെ ഉണ്ട്. പഞ്ചസാര ഒരു 2.5 കിലോന് 99 രൂപയ്ക്ക് നമുക്ക് കിട്ടിയായിരുന്നു. ഒരു 10-20 രൂപയുടെ അടുത്ത് ലാഭം. അങ്ങനെ ഓരോ സാധനങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ പുളിയൊക്കെ വീട്ടിൽ നിന്ന്, അവിടെ നിന്ന് തറവാട്ടിൽ നിന്ന്, വടക്കഞ്ചേരി വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. അതായത് അമ്മമ്മ കൊടുത്തു വിടുന്ന സാധനം വടക്കഞ്ചേരിയിൽ അമ്മ സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് ഞങ്ങൾക്കൊക്കെ തരാറാണ് പതിവ്. അപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് പുളി എടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നേരെ ഓയിലിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കിലോ ഓയിലും വാങ്ങിച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഇവിടെ എല്ലാം നോക്കി മാഗി കണ്ണന് മാഗി വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഓഫർ കണ്ടു. അപ്പോൾ മാഗിയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഇവിടെ കിച്ചൺ ആക്സസറീസ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി എടുക്കണം എന്ന് മാത്രം. ഓഫേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ഓരോ തവണ വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ മാറ്റിയിട്ട് ചില്ല് ബോട്ടിലാക്കാനായിട്ട് ഓരോ തവണ വരുമ്പോഴും ഓരോ ബോട്ടിലും കൂടെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുമിച്ച് വാങ്ങിക്കുമ്പോഴല്ലേ ഭയങ്കര പൈസയാണെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ഇതിങ്ങനെ ഓരോ തവണ വരുമ്പോഴും ഓരോരോ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ ഒരു ബോട്ടിലും കൂടെ വാങ്ങിച്ചായിരുന്നേ. പിന്നെ ഇത് സ്ക്രബ്ബറാണ്. 5 എണ്ണത്തിന് 55 രൂപ എങ്ങാണ്ടാണ്. പക്ഷേ ഞാൻ 5 എണ്ണത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചില്ല. പക്ഷേ അത്യാവശ്യം നല്ല സ്ക്രബ്ബറായിരുന്നു. നമ്മൾ ഈ കുക്കറിൻ്റെ അകമൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കാനൊക്കെ പറ്റുന്നൊരു സ്ക്രബ്ബറാണ്. ഇനി പോകുമ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ ദേ ഇവിടെ സോപ്പിൻ്റെയും ലോഷൻ്റെയൊക്കെ സെക്ഷനാണ്. ഇവിടെ കോസ്മെറ്റിക്സിൻ്റെയും ഉണ്ട് അതിൻ്റെ ഉള്ളിനകത്ത്. അപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ഓഫറിൽ കിട്ടുമ്പോൾ വല്ല ലോഷനൊക്കെ വാങ്ങിക്കും. ഇവിടെ നിന്നൊരു ലോഷൻ ഇപ്പോൾ വാങ്ങിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ മോൻ, അതായത് കണ്ണൻ, അവന് രാത്രിയാവുമ്പോൾ കാലിൽ എണ്ണ തേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രീം തേക്കണം, എന്നാലും അവന് ഉറക്കം വരുള്ളൂ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ ഒരു സെറ്റ് ഓഫ് ബ്രഷ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കുന്നുണ്ട്. ഇനി കണ്ണൻ്റെ അടുത്തേക്ക് വരാം. ഈ ലോഷനാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ ഒരു 299 റുപ്പീസ്. അത് 50% ഓഫറിൽ കിട്ടി. അപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞു, 3 മാസത്തേക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ 4 മാസത്തേക്ക് ഈ വെളിച്ചെണ്ണ തേക്കുക എന്ന് പറയുമ്പോഴേ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ. അപ്പോൾ അത് തേക്കുമ്പോൾ അതെനിക്ക് മുതലാവില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ ക്രീം കുറേശ്ശെ എടുത്തിട്ട് നീ കാലിൽ തേച്ചോ, എന്നിട്ട് വൈകുന്നേരം കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തതാണ്. അതിന് വേണ്ടി വാങ്ങിച്ചതാണേ. പിന്നെന്താ ഇവിടെ ഐസ്ക്രീമിൻ്റെ കുറേ സെക്ഷൻ, പിന്നെ ഈ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പം കുറേ സാധനങ്ങൾ 99 റുപ്പീസിന്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു. അവന് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. അത് 59 രൂപ എങ്ങനെ തോന്നുന്നു, അതിന് വാങ്ങിച്ചു. പിന്നെ നോക്കുമ്പം
കൂർക്കയായിരുന്നു അത്. ലാസ്റ്റാണ് അതെനിക്ക് കൂർക്കയാണെന്ന് മനസ്സിലായത്. ഞാൻ നോക്കി കുറേ നോക്കി ഇതെന്തായിരിക്കും ഇത് വാങ്ങിക്കാമെന്നൊക്കെ നോക്കി. പിന്നെ മനസ്സിലായി ഇത് കൂർക്കയാണല്ലേ, വേണ്ട എന്ന് വെച്ചിട്ട് തിരിച്ച് അവിടെ വെച്ചു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ ഇതൊന്നും പിന്നെ നമ്മൾ ഇത് ഏട്ടൻ ഒരെണ്ണം എടുത്തിട്ട് 20 രൂപയുടെ ഒരെണ്ണം എടുത്ത് കുടിച്ച് അതിൻ്റെ ബോക്സും നമ്മുടെ ഈ ട്രോളിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി ബില്ലെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനപ്പം ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ബില്ലടിച്ച് കഴിഞ്ഞ് അതിനെ സ്കൂട്ടറിൽ കൊണ്ടുവച്ചു. ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഇപ്പുറത്ത് നിന്ന് കോട്ടൊക്കെ ഇടുന്നുണ്ട്. കോട്ടെല്ലാം ഇട്ട് നേരെ ഞങ്ങൾ അപ്പോൾ മഴ പെയ്തു തുടങ്ങി. അപ്പോൾ കുറച്ച് മഴയും കുറഞ്ഞു, പെയ്ത് തോരാറായി. നേരെ കോട്ടൊക്കെ ഇട്ട് വണ്ടിയിൽ വെച്ച് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ച് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസത്തേക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഇത് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും കാണണേ. ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. ബായ്.